നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിലച്ചിരിക്കാതെ വലിയൊരു അടിയാണ് യമനിൽ ഹൂതികൾക്ക് കിട്ടിയത്. എന്നാൽ അതിന് തിരിച്ചടി നൽകുമെന്ന് ഹൂതി തലവൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് വെറും ഒരു വെല്ലുവിളി മാത്രമാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ള ഒരു പരാമർശവും ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, തിരിച്ചടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹൂതികൾ. തങ്ങൾക്കതിൽ ഒരു നഷ്ടവും വന്നിട്ടില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും അവർ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അതിനുശേഷം വലിയൊരു ഇടവേളയില്ലാതെ ഒരു ശക്തമായ ആക്രമണം ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ശരിക്കും തങ്ങൾ ശക്തരാണ്, തങ്ങൾ അമേരിക്കയ്ക്ക് പോന്ന എതിരാളികൾ തന്നെയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു പ്രത്യാക്രമണം. പക്ഷേ ഒരു ചോദ്യവും കൂടിയുണ്ട്. കളിച്ചിരിക്കുന്നത് ട്രംപിനോടാണ്. സർവനാശം കണ്ടിട്ടേ തിരിച്ചു കയറൂ എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വെല്ലുവിളി കൂടി നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു അതിര് വിട്ടുപോയ നീക്കമായി പോയില്ലേ ഹൂതികളുടെ ഭാഗത്ത് നിന്ന്? ഹൂതികൾ അങ്ങനെ ഒന്ന് ചെറിയൊരു ആക്രമണത്തിന് ശ്രമിച്ചു, ഞങ്ങൾ തിരിച്ച് ആക്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതൊന്നും ട്രംപിന്റെ ആക്രമണത്തിന്റെ 7 അയലോക്കത്തെത്തില്ല. കാരണം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള 7 പ്രവിശ്യകളിലേക്ക് 47 തവണയാണ് US വ്യോമാക്രമണം നടത്തിയത്, ബോംബിട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൂതികളുടെ എല്ലാ കേന്ദ്രങ്ങളും കത്തിച്ചു കളയുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് എന്ന് മാത്രമല്ല, അത് ഇനിയും ആക്രമണം തുടരുമെന്നും ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന നിരന്തരമായ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇവർ തിരിച്ചാക്രമണം, കാരണം തിരിച്ചാക്രമിച്ചത് ഒന്നും തന്നെ, എന്തെല്ലാം ഡ്രോണുകൾ വിട്ടു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ആ ഡ്രോണുകൾ വിട്ടതെല്ലാം തന്നെ ലക്ഷ്യസ്ഥാനത്തിന്റെ പകുതി ദൂരം പോലും എത്തുന്നതിന് മുമ്പ് ട്രംപിന്റെ പ്രതിരോധ സംവിധാനം പകുതി വഴി എത്തുന്നതിന് മുമ്പ് തന്നെ ട്രംപിന്റെ പ്രതിരോധ സംവിധാനം അതിനെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ക്ഷീണം ആയിപ്പോയോ ട്രംപിന്? കാരണം തിരിച്ചടിക്കുമെന്ന് അവർ പറയുന്നു, പിന്നീട് അധിക സമയം വൈകാതെ തന്നെ ഒരു തിരിച്ചടി കൊടുക്കുന്നു. അപ്പോൾ ഇറാനും ഒന്ന് തല നിവർത്തുന്നു. തിരിച്ചടിക്കുമെന്ന് അവർ പറഞ്ഞു, തൊട്ടടുത്ത നിമിഷം തിരിച്ചടി കൊടുക്കുന്നു. ട്രംപ് പോയി പണി നോക്ക്, ട്രംപ് നമുക്ക് പുല്ലാണ് എന്ന രീതിയിലുള്ള ഒരു നീക്കമായി പോയില്ലേ ഹൂതികളുടെ ഭാഗത്ത് നിന്ന്? നീക്കമായി എന്ന് പറയാൻ തന്നെ ഇതിപ്പോ ഒറ്റൊന്നേ ഉള്ളൂ. ഇപ്പോൾ ഹമാസ് ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമിച്ചു. അതിനുശേഷം എന്തുണ്ട്, അന്ന് ഹമാസാണ് ഏറ്റവും ഇസ്രയേലിനേക്കാൾ വലിയവരാണ് ഹമാസ് എന്ന സംഘടന എന്നുള്ളതായിരുന്നു പൊതുവെ പറഞ്ഞിരുന്നത്. ഇറാൻ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാനും ഇവരെല്ലാം വിചാരിച്ചിരുന്നത് ഇനി ഒരിക്കലും ഇസ്രയേലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. അതിനുശേഷം ഇത്രയും ദിവസങ്ങളായിട്ട് നിലനിന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ HHലെ 3 ഭീകര സംഘടനകളാണ്. ഇവരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളത് ട്രംപിന്റെ ഒരു പ്രതിജ്ഞ തന്നെയാണ്. അതിൽ ഹമാസിനെയും ഹിസ്ബുള്ളയും ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവരുടെ വേരിറക്കുമെന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഹൂതികളെ പക്ഷേ നെതന്യാഹുവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഹൂതികൾ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിച്ചിട്ടില്ല. ഹൂതികളാകെ ചെയ്തിട്ടുള്ളത് ചെങ്കടൽ വഴി ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെയും UKയുടെയും എല്ലാം കപ്പലുകൾ തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് വാണിജ്യപരമായ നഷ്ടം ലോകത്തിന് മുഴുവനും ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഹൂതികൾ നേരിട്ടിട്ട് ഒരിക്കലും ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൂതികളെ ട്രംപ് നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം ഹൂതികളെ അടിക്കാനുള്ള അവസരം ട്രംപിനാണ് എന്നുള്ളതാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, അവനെ അങ്ങ് മാറ്റി നിർത്തിക്കുക, അത് ഞാൻ തീർത്തോളാം. അതുപോലെ ഹൂതികളുടെ കാര്യം ഞാൻ തീർത്തോളാം എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളതും. അപ്പോൾ അതിലൊരു തിരിച്ചാക്രമണം നടന്നു എന്നുള്ളത് അത്ര വലിയ ഒരു ഹീറോയിസമായിട്ട് പറയേണ്ട കാര്യമില്ല. തിരിച്ചാക്രമിക്കാൻ ആയുധം എടുത്തതേ ഉള്ളൂ. വീണ്ടും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഇവർ വീണ്ടും ഇപ്പോൾ ട്രംപ് തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുമ്പോൾ ഹൂതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലെ വജ്രായുധമാണ് വീണ്ടും ചെങ്കടലിൽ ഇറങ്ങി ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളത്. അത് ലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്ക് നേരെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത്തരം ഒരു നീക്കത്തിലേക്ക് ഇനിയിപ്പോൾ ഹൂതികൾ കടക്കുമോ? ഹൂതികൾ എന്തായാലും ചെങ്കടലിൽ തന്നെ നിൽക്കുള്ളൂ. കാരണം അമേരിക്കയെ ഒന്ന് പ്രതിസന്ധിയിലാക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ചെങ്കടലിൽ തന്നെ അവരുടെ ശക്തി തെളിയിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെങ്കടലിൽ ഇപ്പോൾ ഹൂതികൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സൈനിക വാണിജ്യ കപ്പലുകൾക്കൊന്നും തന്നെ
ധൈര്യപൂർവ്വം അത് കൂടെ പോകാൻ പറ്റില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇപ്പോൾ അവിടെ കുറച്ചും കൂടി പ്രശ്നമായി. കാരണം അമേരിക്ക ഏതു നിമിഷവും ഇവർ തമ്മിലുള്ള അടികൂടി നടക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നത്തിൽ അവരെന്തായാലും ഹൂതികൾ എന്തായാലും ചെങ്കടലിൽ നിന്ന് മാറില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി കാണുന്ന യുദ്ധം ഇസ്രയേലിലോ ഇറാനിലോ ഒന്നും ആയിരിക്കില്ല, ചെങ്കടലിലായിരിക്കും. നമുക്കറിയാം സുരക്ഷ ഒരുക്കി ട്രംപിൻ്റെ അമേരിക്കയുടെ കപ്പലുകൾ ചെങ്കടലിലുണ്ട് എന്നുള്ളത്. പക്ഷേ ചെങ്കടലിൽ ഈ കപ്പലുകൾ ഉള്ളപ്പോൾ തന്നെയാണ് പല ആവർത്തി ഹൂതികൾ അവിടെ ആക്രമണം നടത്തിയിട്ടുള്ളത്. അവരുടെ ഒരു 2 കപ്പലുകൾ മുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല പിടിച്ചെടുത്തു, 4 പേര് മരിച്ചു. ഇതുവരെ ആ കപ്പല് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല, അമേരിക്കയ്ക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒരു മുന്നറിയിപ്പ് ഇറാന് കൊടുത്തിട്ടുണ്ട്. കാരണം ഹൂതികളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്, അവർക്ക് സഹായങ്ങളുമായി ഇറാൻ മുൻപന്തിയിൽ വരരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്തോ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു ഇടപെടൽ നടത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല. മറ്റേത് ഹിസ്ബുള്ള തലവനെയും ഹമാസിന്റെ തലവന്മാരെയും ഒക്കെ ടെഹ്റാനിലേക്ക് വിളിച്ചു വരുത്തി പല ആവർത്തി ചർച്ചകളൊക്കെ നടത്തിയിട്ടുള്ള ഖമനയെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതുവരെ ഹൂതി തലവനെ ടെഹ്റാനിലേക്ക് വിളിക്കാനുള്ള ഒരു ധൈര്യം ഇറാൻ കാണിച്ചിട്ടില്ല. അതൊരു ട്രംപ് പേടി തന്നെയല്ലേ അവിടെ കിടക്കുന്നത്? അത് ട്രംപിനെ പേടിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഹൂതികളെ നമുക്ക് അത്ര ഈ നിസ്സാരാക്കി കാണാൻ പറ്റില്ല. ഹമാസും ഹിസ്ബുള്ളയേക്കാൾ കൂടുതലും കുറച്ചുകൂടി ഭീകരന്മാരാണ് ഇവർ. കാരണം ഇവർ 2023 നവംബർ മുതൽ 2024 ഏപ്രിൽ വരെ 5 മാസക്കാലം വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെ ആകെ 319 ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണത്തിന് മുൻപ് ചെങ്കടലിലൂടെ ഒരു വർഷം 25,000 കപ്പലുകളാണ് പോയിരുന്നത്. അതിപ്പോൾ 10,000 ചുരുങ്ങിയിട്ടുണ്ട്. ഏകദേശം 75% US UK കപ്പലുകളെല്ലാം ആഫ്രിക്ക ചുറ്റിയാണ് യാത്ര നടത്തുന്നത്. അതിന് 10 ദിവസത്തെ അധിക യാത്ര വേണ്ടി വരും. ഓരോ ട്രിപ്പിനും $10 ലക്ഷം അധിക ഇന്ധന ചെലവും ഉണ്ടാകും. ഇത് വലിയ ഒരു നാശനഷ്ടം തന്നെയാണ് വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ ചെങ്കടലിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അത് ട്രംപ് മുന്നോട്ട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ട്രംപിൻ്റെ ചില കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും ട്രംപ് വട്ടനാണ് ഈ കാണിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും ദോഷമുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷേ ഒരു ചെറിയ ശതമാനം അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു 90%-ലധികം ലോകത്തിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. കാരണം ചെങ്കടലിൽ നിന്ന് ഹൂതികളെ ഒഴിവാക്കുക എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ, കാരണം ചരക്ക് നീക്കത്തിൻ്റെ 95% നടക്കുന്നത് ചെങ്കടലിൽ കൂടിയാണ്. അതാണ് ഇപ്പോൾ പറ്റാതെയായിരിക്കുന്നത്. അപ്പോൾ ഇത് ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ് ഇവരെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഹാരി എസ് ട്രൂമാൻ എന്ന പടക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വിമാനവാഹിനി കപ്പലിൽ നിന്ന് തന്നെയാണ് വ്യോമാക്രമണങ്ങളെല്ലാം നടത്തിയിട്ടുമുള്ളത്. അപ്പോൾ ഇവരെ ഹൂതികളെ ഏറ്റവും മോശമായി കാണാൻ പറ്റില്ല, പക്ഷേ ഹൂതികളുടെ വേരറക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. ഇറാൻ പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ മിണ്ടിയിട്ടില്ല എന്നുള്ളത് വലിയ കാര്യമാക്കി എടുക്കാൻ പറ്റില്ല. കാരണം ആദ്യം ഹമാസിൻ്റെയും ഇസ്രയേലിൻ്റെയും കാര്യം നടന്ന സമയത്ത് ഇറാൻ രംഗത്തേ ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇറാൻ പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടത്. അതുപോലെ ഇപ്പോൾ ഖമനി ശരിക്കും പേടിച്ചിരിക്കുകയാണ്. കാരണം ഖമനിക്ക് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു എന്തിനാണ് ഈ കത്ത് നൽകിയതെന്ന്. അത് കഴിഞ്ഞ് ഈ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു തീരുമാനം, IS തലവനെ കൊന്നത്, ഇതെല്ലാം ഖമനിക്ക് കിട്ടിയിട്ടുള്ള ശരിക്കും ഒരു ഖമനിയുടെ തലയ്ക്ക് മീതെ നിൽക്കുന്ന വാള് തന്നെയാണിത്. അതുകൊണ്ട് ഖമനിക്ക് അത്ര പെട്ടെന്ന് ഇതിലൊരു തീരുമാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ മുന്നോട്ട് നിൽക്കാൻ കുറച്ച് മടിക്കും. ഹൂതികൾക്ക് നേരെ അമേരിക്ക ഒരു അതിശക്തമായ നീക്കത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതായത് പല വഴിക്ക് 4 വഴിക്കും കണ്ണും കാതും കൂർപ്പിച്ചിരിക്കണം. കാരണം പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലാണ് ഇപ്പോൾ ആക്രമണം ശക്തമായിരിക്കുന്നത്. ഈ ഹൂതികളുടെ പോരാളികൾക്ക് അവർ ഗറില്ല യുദ്ധത്തിൽ മിടുക്കന്മാരാണ്. കാരണം നമുക്കറിയാം നേർക്കുനേർ നിന്നൊരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ ശരിയാണ്, നമുക്കവരെ തറപറ്റിക്കാൻ എളുപ്പമാണ്. പക്ഷേ പിന്നിലൂടെ നിന്ന് കുത്തുന്നവരെ പേടിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഈ സ്കൂബ ഡൈവേഴ്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത്രത്തോളം പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഹൂതികളുടെ കൂട്ടത്തിലുള്ളത്. ഇപ്പോൾ ഹാരി എസ് ട്രൂമാൻ ആണ് അവിടെ അതിശക്തമായ ഒരു കോട്ടയൊരുക്കി നിൽക്കുന്നത്. പക്ഷേ ഇതിലേക്കൊരു കടന്നുകയറ്റത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിനൊക്കെ ഗറില്ല യുദ്ധമുറ ഹൂതികൾ പുറത്തെടുക്കുമോ എന്നുള്ളൊരു ഭീതിയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ അമേരിക്കയ്ക്ക് എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്.
അത് അമേരിക്കയുടെ കയ്യിൽ ട്രംപ് എന്തായാലും ഒന്നും കാണാതെ ഈ കാര്യങ്ങളൊക്കെ ഇറങ്ങില്ലല്ലോ. അപ്പോൾ ഹൂതികൾക്ക് ഇത്തരം ഇതുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം പ്രതിജ്ഞ എടുത്തിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് ഹൂതികളെ ഇവിടെ നിന്ന് ഒഴിവാക്കും. അതിന് ഇസ്രയേലിൻ്റെ പോലും സഹായം ആവശ്യമില്ല. ഇതിന് മുമ്പ് ഒരു ഇതുണ്ടായിരുന്ന സമയത്ത് അമേരിക്കയും ബ്രിട്ടനും എല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഹൂതികൾക്കെതിരെ പോരാടിയത്. പക്ഷേ ഇപ്രാവശ്യം ഇതിൽ അമേരിക്ക ഒരാളുടെയും കൂടെ സഹായം ആവശ്യപ്പെട്ടിട്ടുമില്ല, ഒരാളും ചേർന്നിട്ടുമില്ല. അമേരിക്ക ഒറ്റയ്ക്കാണ് ഹൂതികളെ നിലംപരിശാക്കാൻ വേണ്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഗറില്ല യുദ്ധമുറകൾ ഉൾപ്പെടെയുള്ളവ ഹൂതികൾ എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെയും അതിനെ വെല്ലുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനം കണ്ടിട്ട് തന്നെ ആയിരിക്കണം ട്രംപ് മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോട്, ഈവൻ ഇസ്രയേലിനോട് പോലും സഹായം ചോദിച്ചിട്ടില്ല. ഇസ്രയേലിൻ്റെ പോലും ഒരു പോരാളിയും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഒറ്റയ്ക്ക് തന്നെ അമേരിക്ക ഒറ്റയ്ക്ക് ട്രംപിൻ്റെ ഒറ്റ നേതൃത്വത്തിലാണ് ഈ യുദ്ധത്തിന് വേണ്ടി, അപ്പോൾ യുദ്ധമെന്ന് പറയാൻ പറ്റില്ല, ഒരു പോരാട്ടത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. യുദ്ധം എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലാവണമല്ലോ. ഹൂതികളൊരു സംഘടന മാത്രമാണല്ലോ, ഭീകര സംഘടനയാണല്ലോ. അപ്പോൾ അവരെ നിലംപരിശാക്കാനുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഈ ഹൂതികൾ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് നമുക്കറിയാം. ഇസ്രയേൽ ഗാസയിൽ അതിശക്തമായ ആക്രമണം നടത്തിയതിന് ശേഷമാണ് ഹൂതികൾ ഈ യുദ്ധത്തിൽ പങ്കാളികളാകുന്നത്. തങ്ങൾ ഹമാസിനൊപ്പം നിൽക്കുന്നു, പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ മുൻപോട്ട് വന്നത്. പക്ഷേ ഹമാസിന്റെ നേതാക്കൾ പോലും പലസ്തീനോ അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയോ അല്ല നിലകൊള്ളുന്നത്. അത് ലോകത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം ഇവരുടെ നേതാക്കന്മാരെല്ലാം കോടാനുകോടി സമ്പാദ്യവും കൊണ്ട് ഖത്തർ പോലെയുള്ള മറ്റ് രാജ്യങ്ങളിൽ സുഖജീവിതം നയിക്കുന്നവരാണ്. ഈ ഗാസയിലേക്ക് വരുന്ന ജനങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാ സമ്പത്തും, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എത്തുന്ന എല്ലാ സാധനങ്ങളും, അത് പണമായിക്കോട്ടെ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളായിക്കോട്ടെ, ഇതെല്ലാം കൈക്കലാക്കിക്കൊണ്ട് അവരെ തന്നെ കവചമാക്കി നിർത്തിയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യമനിലെ അവസ്ഥ മറ്റല്ല. കാരണം അവിടുത്തെ സാധാരണ ജനങ്ങളെയും ഒരു മുന്നിലിട്ട് കൊടുത്തിട്ടാണ് ഹൂതികൾ പിന്നിൽ നിന്ന് കളി നടത്തുന്നത്. അപ്പോൾ പിന്നെ ഈ ഞങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ഹൂതികളുടെ ഈ പ്രഖ്യാപനമൊക്കെ അതിലൊക്കെ എത്രത്തോളം ഒരു ആധികാരികതയുണ്ട്? അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ അവർ നിലനിൽക്കുന്നത്, ഹമാസിന് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, വാക്കിന്റെ അർത്ഥം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസും ജനങ്ങളിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണല്ലോ, അത്രയതിൽ പറയാൻ പറ്റുള്ളൂ. ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയാലും മറ്റേ ഹൂതികളായാലും എന്തിന് ഇറാനിലെ ഖമനേയി ഉൾപ്പെടുന്ന ഭരണ സംവിധാനം ഉൾപ്പെടെ ഇവരാരും നിലകൊള്ളുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല. ഈ രാജ്യങ്ങളിൽ ഇവരെല്ലാവരും നിൽക്കുന്നത് ഇതിനു വേണ്ടി തന്നെയല്ലേ. ഇതിൻ്റെ ഇടയിൽ പക്ഷേ ഇപ്പം നമുക്കതിൻ്റെ ഇടയിൽ തന്നെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകാവുന്ന കാര്യം, ഇപ്പോൾ ഇറാൻ്റെ കാര്യം ഇപ്പോൾ ഇതിൽ പറഞ്ഞപ്പോൾ ഒന്ന് കുറച്ച് വ്യതിചലിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇറാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഖമനേയി ജനങ്ങളല്ല ഖമനേയി ഉൾപ്പെടുന്ന ഭരണ സംവിധാനം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രാജ്യത്ത് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഇറാനിൽ ഖമനേയി ആർക്കും ഇഷ്ടമല്ല, പക്ഷെ അവിടെ പെസഷ്കിയാൻ്റെ ഒരു ഭരണ സംവിധാനമുണ്ട്. ജനങ്ങളെല്ലാവരും തന്നെ ഈ അവിടുത്തെ കർശനമായിട്ടുള്ള ഇവരുടെ ഭരണ സംവിധാനത്തിന് എതിരുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഖമനേയിക്ക് അവിടെ ഇത്ര അധികം സ്ഥാനം കിട്ടുന്നത്? അതിന് നമുക്കറിയാം, ഇപ്പോൾ ഒരു രാജ്യത്ത് ഭരണകൂടത്തെ എതിർക്കുന്നവരുണ്ടാകും, അതുകൂടെ തന്നെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗവും ഉണ്ടാകും. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്നത്, ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം വലിയ രീതിയിൽ സർക്കാരിനെതിരെ സമരം നടത്തുമ്പോൾ നമ്മൾ ആ സമരം കണ്ടതാണ്. സ്ത്രീകൾ ഉൾപ്പെടെ അവരുടെ തലയിൽ ഇടുന്ന തട്ടം ഉൾപ്പെടെ തെരുവിലിട്ട് കത്തിച്ചുകൊണ്ട് പ്രതിഷേധ രംഗത്തിറങ്ങുന്നവരെ നമ്മൾ കണ്ടതാണ്. അതിനോട് ഒരു ഉദാഹരണം പറയാവുന്ന ഒരു കാരണമാണ്, ഇറാനിൽ ഹിജാബിനെതിരെ സ്ത്രീകൾ സമരം നടത്തുമ്പോൾ ഇങ്ങ് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് തട്ടമിടുന്നതിനെക്കുറിച്ച് കോളേജുകളിൽ തട്ടമിട്ടുകൊണ്ട് വരരുത് എന്നുള്ള ഒരു വലിയ കലാപത്തിൻ്റെ വക്കിൽ വരെ എത്തിയ സംഭവമുണ്ട്. അന്ന് കർണാടകയിൽ നിന്നുള്ള കുറേയധികം വിദ്യാർത്ഥിനികൾ പറഞ്ഞത്, തട്ടമിടാൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ കലാലയങ്ങളിൽ എത്തില്ല എന്നാണ്. അതായത് വിദ്യാഭ്യാസത്തിനേക്കാൾ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗവും ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. അതുപോലെ തന്നെയാണ് ഇറാനിലെയും അവസ്ഥ. ഭരണകൂടത്തെ എതിർക്കുന്നവരും ഭരണകൂടത്തെ അനുസരിക്കുന്ന ഒരു വിഭാഗവും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാലല്ലേ ഒരു ഭരണകൂടത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തി തങ്ങൾക്ക് ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന സർക്കാരിനെ
വലിച്ചു താഴെയിടാൻ കഴിയുകയുള്ളൂ. പക്ഷേ പിന്തുണയ്ക്കുന്നവരും ഇപ്പോൾ ഈ പറയുന്ന അവിടെ മത പോലീസ് ഇറങ്ങി വലിയ രീതിയിൽ മതത്തിനെതിരെ നിൽക്കുന്നവരെ അടിച്ചമർത്താൻ നിൽക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന ഈ മത പോലീസിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും അവിടെയുണ്ട്. അതാണൊരു വലിയ പ്രതിസന്ധി ഇറാനിലെയൊക്കെ. നമുക്കറിയാം, തിരിച്ച് നമുക്ക് ഹൂതികളിലേക്ക് തന്നെ വരാം. ഹൂതികളുടെ കൈകളിലേക്കും എത്തുന്നത്, അവരുടെ കൈകളിൽ ഇത്രത്തോളം ആയുധശക്തി അതെവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു ഘട്ടത്തിലും, അതായത് ഇതിനു മുൻപ് ഇസ്രയേലും ഹമാസും തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇത്രത്തോളം ശക്തമായി എതിർത്ത് ഹൂതികൾ രംഗത്ത് വന്നിട്ടില്ല. അന്നൊന്നും ഇത്രത്തോളം ആയുധങ്ങൾ പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു ആക്രമണം അവർ നടത്തിയിട്ടില്ല. ഇസ്രയേലിന് നേരെയോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരെയോ ഒരു വെല്ലുവിളി നടത്തിയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. നിശബ്ദമായി ഇരുന്നു കൊണ്ട് ഇവർ തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയെന്ന് വേണം കരുതാൻ. കാരണം നമുക്ക് എല്ലാ കാലത്തും മറ്റ് രാജ്യങ്ങളിൽ തീവ്രവാദത്തിൻ്റെ വേര് തഴച്ചു വളരുമ്പോൾ, തീവ്രവാദ സംഘടനകൾ ശക്തി പ്രാപിക്കുമ്പോൾ അതിനെ തകർത്തെറിയാൻ അമേരിക്ക അതിശക്തമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക തന്നെയാണ് ഈ തീവ്രവാദം വളർത്തിയതെന്നും പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തന്നെയും അതിൻ്റെ വേരറക്കാനുള്ള നീക്കവും അമേരിക്ക തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും അമേരിക്കയുടെ കണ്ണിൽ അധികം പെടാതെ മാറി നിന്ന ഒരു സംഘമാണ് ഹൂതികൾ. പക്ഷേ ഹമാസുമായി ഇത്തവണ ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഹൂതികളുടെ ഒരു ശക്തി ലോകം തിരിച്ചറിഞ്ഞത്. അപ്പോൾ അത്ര പ്രബലരാണ്, തങ്ങൾ ആയുധക്കരുത്തിൽ ശക്തരാണ് എന്ന് അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ഹൂതി വിഭാഗത്തെ നമ്മൾ കണ്ടു. അപ്പോൾ തങ്ങൾ ശക്തരാണ് എന്ന് തെളിയിക്കുക, അതവർ പൊതുമധ്യത്തിൽ വന്നു നിന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത്ര വലിയ ഒരു ശക്തിയായി നിൽക്കുന്ന ഈ ഒരു ഗ്രൂപ്പിനെ വേരോടെ ഇല്ലാതാക്കാൻ എങ്ങനെ അമേരിക്കയ്ക്ക് കഴിയുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. IS-നെയും വേരോടെ അറുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഒരു തലവനെ കൂടി കൊല്ലാനേ കഴിഞ്ഞിട്ടുള്ളൂ. പൂർണ്ണമായും അതിനെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹൂതികളുടെ കാര്യത്തിൽ അവസാന ഹൂതി പോരാളിയെയും കൊല്ലും. നെതന്യാഹു പറഞ്ഞത് അവസാന ഹമാസിനെയും കൊല്ലുമെന്നാണ്. പക്ഷേ അതിന് സാധ്യമാകുന്നില്ല. ഇവർ 10 ചത്തു വീഴുമ്പോൾ 20 എണ്ണമായിട്ട് 100 എണ്ണമായിട്ട് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ഈ പ്രബല രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെ തീവ്രവാദത്തിനെതിരെ ശക്തമായി തന്നെ പോരാടേണ്ടി വരും. വലിയ തുക അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വളരെ വലിയ ആക്രമണം തന്നെയാണ് നടത്തിയത്. ഹൂതി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അമേരിക്ക വ്യാപകമായ ആക്രമണം നടത്തുക. ഏറ്റവും പ്രധാനമായിട്ട് ചെങ്കടലിലെ ഹുദൈദ തുറമുഖത്ത്. ഈ ഹുദൈദ തുറമുഖമാണ് ഇപ്പോൾ ഹൂതികളുടെ ശക്തി കേന്ദ്രം. അവിടെ തന്നെ 2 തവണ ആക്രമണം അമേരിക്ക നടത്തിയിട്ടുണ്ടായിരുന്നു. വടക്കൻ യമനിലെ അൽ ജോഫിലും US ആക്രമണം നടത്തി. അതുപോലെ അൽ ഖസം ജില്ലയിലെ സർക്കാർ കെട്ടിടത്തിൽ ഇതുപോലെ നടത്തി. അങ്ങനെ ഇത്രയും സ്ഥലങ്ങളിലുള്ള അതിൽ ആകെ 53 പേരാണ് മരിച്ചത്. അതിൽ ഈ 53 പേരിലെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുകയാണെങ്കിൽ അതിൽ 5 കുട്ടികളും 2 സ്ത്രീകളും മരിച്ചിട്ടുണ്ട്. പക്ഷെ ട്രംപ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 53 പേരിൽ ഭൂരിപക്ഷവും ഹമാസിന്റെ മുൻനിരയിൽ ഹൂതികളുടെ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണെന്നാണ്. കാരണം അവരുടെ തെരഞ്ഞു പിടിച്ച ആ കെട്ടിടങ്ങൾക്ക് നേരെയാണ് അവർ വധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹുദൈദ തുറമുഖത്തിൽ എവിടെയാണോ ഹൂതികളുടെ കേന്ദ്രമുള്ളത് അവിടെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെയെല്ലാം നടത്തിയിട്ടും വീണ്ടും ഒരു ഹൂതികളുടെ ആക്രമണം വീണ്ടും ഉണ്ടായി എന്നതാണ്. ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും ഈ 10-1 പോലും നശിച്ചിട്ടില്ല എന്നുള്ളതല്ല. അപ്പൊ US വളരെ വലിയ വൻ സന്നാഹങ്ങൾ തന്നെയാണ് എടുത്തത്. വ്യോമസേനയുടെ F-16, F-18 ഇനങ്ങളിൽപ്പെട്ട പോർ വിമാനങ്ങളാണ് ഹൂതികളെ നേരിടാനായിട്ട് എത്തിയത്. അതെല്ലാം വലിയ സംവിധാനമാണ്. അപ്പോൾ അതിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇത്ര വലിയൊരു വ്യോമ പ്രതിരോധ സംവിധാനം അമേരിക്ക കൊണ്ടുവരുന്നത് ഹൂതികൾ എന്നുള്ള ഒരു സംഘടനയെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഒരു രാജ്യത്തിന് നേരെയല്ല ഇത്രയും വലിയ ഒരു ആക്രമണം നടത്തുന്നത്. ഞാൻ പറഞ്ഞത് രാജ്യത്തിനെ ആക്രമിക്കണം എന്നല്ല, അത്രയും വലിയ സംവിധാനങ്ങളാണ്, ഒരു രാജ്യത്തിനുള്ളതിനേക്കാൾ കൂടുതൽ സംവിധാനങ്ങളാണ് ഹൂതികൾ എന്നിട്ടുള്ള ഈ തീവ്രവാദ സംഘടനയ്ക്കുള്ളത്. അപ്പോൾ തീവ്രവാദത്തിൻ്റെ വേരറക്കുക എന്നുള്ളത് ആവശ്യമാണ്. പക്ഷേ അത് എങ്ങനെയാണ് അത് അവസാനിപ്പിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച്
ഇതുവരെയും ഇപ്പോൾ ഇത്രയും കാലങ്ങളായിട്ടുള്ള അപ്പോൾ ഇസ്രയേലിൻ്റെ യുദ്ധവും അതിനു വേണ്ടി തന്നെയായിരുന്നു. ഇറാനെതിരെ അമേരിക്കയുടെ ബഹളങ്ങൾ നടക്കുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും അതിന് തന്നെയാണ്. പക്ഷെ അതിൽ പോലും ഹമാസിൻ്റെ ഇതിൽ പോലും UN ഉൾപ്പെടെ ഇടപെട്ടിട്ട് പറഞ്ഞത് ഇസ്രയേലിനെതിരെ യുദ്ധക്കുറ്റമാണ്. അത് ഒരു സംഘടനയെ കൊല്ലാൻ ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിരപരാധികളായ ഒരുപാട് പേർ മരിച്ചു. കാരണം ഈ സംഘടന കവചമാക്കി വെക്കുന്നത് സാധാരണ മനുഷ്യരെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യമനിലും ഈ പ്രതിസന്ധിയാണ് ഉയരാൻ പോകുന്നത്. ശക്തമായ ആക്രമണം അമേരിക്ക തുടങ്ങുകയാണെങ്കിൽ ഹൂതികൾ മനുഷ്യരെ കവചമാക്കും. കാരണം അന്ന് അൽഷിഫ ആശുപത്രിയുടെയും ഇതെല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അൽഷിഫ ആശുപത്രിയുടെ താഴെയുള്ളത് ഹമാസുകളുടെ കേന്ദ്രമായിരുന്നു. അതുപോലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് അടിയിൽ മുകളിൽ മാത്രം സ്കൂളുകൾ, ഇതിൻ്റെ എല്ലാം മുൻഭാഗം മാത്രമേ സാധാരണക്കാരായിട്ടുള്ളൂ. അതിൻ്റെ അടിയിലേക്ക് തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി മുകളിലുള്ള മനുഷ്യര്, സാധാരണക്കാരായ മനുഷ്യര് ജീവൻ പേടിച്ച് നിൽക്കുന്നു. ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, വെള്ളമില്ല, മരുന്നില്ല. പക്ഷെ ഇതിൻ്റെ അടിയിൽ ഈ നേതാക്കന്മാരെ എല്ലാ സൗകര്യങ്ങളോടും കൂടി, എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി മാസങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണം ഉൾപ്പെടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് ഇസ്രായേൽ സേന കണ്ടെടുത്തിട്ട് ഫോട്ടോ സഹിതം വീഡിയോ സഹിതം സമൂഹ മാധ്യമങ്ങളിലെല്ലാം വന്നതാണ്. അപ്പോൾ ഈ സംഘടനകൾ, ഇത്തരം സംഘടനകളെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ട്രംപേ ഇറങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു നെതന്യാഹു, വേറെ ആരും ഇറങ്ങിയിട്ടില്ല ഇതിനു വേണ്ടി. അതും ഒരു പ്രശ്നം തന്നെയാണ്. ഈ പ്രതിസന്ധികൾ അവസാനിപ്പിക്കാൻ എന്തായാലും ട്രംപിനൊരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാകുമല്ലോ എങ്ങനെ നേരിടണം എന്നുള്ളതിൽ. അപ്പോൾ കൃത്യമായ നടപടികളുമായി ട്രംപ് മുൻപോട്ട് പോകുമെന്നുള്ളതാണ്. പക്ഷേ ട്രംപ് ഒരു തിരിച്ചടി ശക്തമായ ആക്രമണം നടത്തിയപ്പോൾ അതിനൊരു തിരിച്ചടി കൊടുക്കാൻ ഇപ്പോൾ ഹൂതികൾ ഇറങ്ങിയത് വലിയ മണ്ടത്തരമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ സ്വയം കുഴി തോണ്ടുക എന്നുള്ള ഒരു നിലപാടിലായിപ്പോയി. ആ ഒരു നീക്കമാണിപ്പോൾ ഹൂതികൾ നടത്തിയത്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.